Hi friends, Assalamu alaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ്. ആപ്പിൾ ജ്യൂസാണ്, ഫ്രഷ് ആപ്പിൾ ജ്യൂസാണിത്. ഒരു 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒന്ന് വ്യത്യസ്തമാക്കുന്ന ജ്യൂസാണിത്. അതിനായിട്ട് 1 ടീസ്പൂൺ കസ്കസിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുതിർക്കാൻ വെക്കാം. ഇനി ഞാൻ ഈ ഒരു ആപ്പിൾ കൊണ്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു 2 വലിയ ഗ്ലാസ് ജ്യൂസ് നമുക്ക് കിട്ടും. അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ജ്യൂസറിലേക്ക് ഇട്ടുകൊടുക്കാം. ജ്യൂസർ എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിനയാണ്. അത് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്, ഒരു ഫ്രഷ്നെസ് കിട്ടും. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയാണ്, നല്ല പുളിയുള്ള നാരങ്ങ കൊണ്ടാണ് ഞാൻ ഹാഫ് ചേർക്കുന്നത്. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണ്ടതിലേക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർത്തെടുക്കാം. പിന്നെ ഇവിടെ ഇഞ്ചിയിട്ട് ജ്യൂസ് ആർക്കും അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4-5 ടേബിൾ ചേർത്തെടുക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഐസ് വാട്ടറാണ് സാധാ വാട്ടർ ചേർത്തെടുത്താലും മതി, എന്നിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. ഞാൻ തണുപ്പിച്ച വെള്ളമാണ് ചേർത്തെടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ആപ്പിൾ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നീട് ആവശ്യത്തിന് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നല്ല പോലെ ബ്ലെൻഡ് ചെയ്യണം. ആപ്പിളിൻ്റെ ഒരു കഷ്ണവും ബാക്കി ഉണ്ടാകാൻ പാടില്ല. നല്ല പോലെ ബ്ലെൻഡ് സ്മൂത്താക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ നല്ല പോലെ അരയണം, അല്ലെങ്കിൽ ആ ഇഞ്ചി അവിടെ തന്നെ കിടക്കും. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ജ്യൂസ് ആവശ്യം അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ മധുരമൊക്കെ കുറയുന്നതാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വലിയ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ജ്യൂസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി ഒന്നുകൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്താൽ മതി. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ തരികളെല്ലാം കളഞ്ഞെടുക്കണം. ഇത് ഡയറക്റ്റായി ഒഴിക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ തരിപ്പ് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു ആപ്പിൾ ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിന് ഗ്ലാസ്സിലേക്ക് ഞാൻ 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണം ഡെക്കറേറ്റ് ചെയ്യാൻ, ഞാനത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ കാട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജ്യൂസിൻ്റെ റെസിപ്പിയിലൊക്കെ കസ്കസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ കസ്കസ് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഞാൻ എല്ലാ ജ്യൂസ് റെസിപ്പിയിലും ഈ ഒരു കസ്കസ് ചേർത്തെടുക്കാറുണ്ട്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകും വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.